ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, താങ്കൾ നേരത്തെ പറഞ്ഞ് പൂർത്തിയാക്കാത്തത് ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഒരു അൺസേഫ് ഫീലിംഗ് കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, നേമത്ത് പോയി മുരളീധരൻ മത്സരിച്ചത് കൊണ്ടാണ് അവിടെ BJP തോറ്റത്, അവരുടെ അക്കൗണ്ട് പൂട്ടിയത്. അത് മുരളീധരന് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ BJPയിലുണ്ട്. ആ വിവരം കെ മുരളീധരൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വടകരയിൽ നിന്ന് മാറണം എന്നുള്ള ഒരു ആഗ്രഹം ശ്രീ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം? അല്ലാതെ നികേഷ് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത് അദ്ദേഹം പരസ്യമായി പറയുന്ന അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം മത്സരിക്കുന്നെങ്കിൽ വടകര മത്സരിക്കുക എന്നുള്ളതാണ്. പിന്നെ മുരളി പോയി മത്സരിച്ചത് കൊണ്ടാണോ നിയമം നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നിയമത്ത് വീണ്ടും BJP ജയിക്കുമായിരുന്നു? അവിടെ പിന്നെ ഒരു തവണ ശ്രീ രാജഗോപാൽ ജയിച്ച സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. അവിടെ ശരിക്കും UDF-നൊരു സ്ഥാനാർത്ഥി പോലും, നല്ലൊരു സ്ഥാനാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് ആ വിജയമൊക്കെ ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് കെ മുരളീധരനെ നേമത്ത് BJPക്കുള്ള ഒരു അക്കൗണ്ട് നഷ്ടപ്പെടുത്തിയത് കൊണ്ട് തെരഞ്ഞു പിടിച്ച് വടകരയിൽ പോയി തോൽപ്പിക്കുക, അതൊക്കെ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഏതെങ്കിലും ഒരു ഗൗരവമുള്ള പാർട്ടി എടുക്കുന്ന ഒരു നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവാം, ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയെങ്കിൽ അദ്ദേഹം, ഞാൻ ഒരു കാര്യം പറയാം, ശ്രീ മുരളി വടകരയിൽ നിന്ന് മാറി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നുവെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ചോദിക്കുന്ന സീറ്റ് നൽകാൻ പാർട്ടി തയ്യാറായേക്കാം. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഇപ്പം CPM-ൻ്റെ പ്രതിനിധി പറയുന്ന അവരെല്ലാം റെഡിയാണ്. ഇപ്പം ഈ നവകേരള സദസ്സും കൂടെ നടന്നു. അവിടെ 21 സീറ്റ്, 20 അല്ല 21 ജയിക്കും എന്ന് അവർ അവകാശപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. BJPയുടെ പ്രതിനിധി 400+ ആണ്. വാസ്തവം പറഞ്ഞാൽ ഇപ്പോൾ ഇനി മറ്റ് പാർട്ടികൾക്ക് 2, 3, 4 കൂടെ സീറ്റുകൾ പോലും ലഭിക്കുന്ന ഒരു അവസ്ഥയല്ല അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ 2024 പ്രതീക്ഷിച്ചൊക്കെ ഇരിക്കുകയാണ്. വടകരയുടെ കാര്യം താങ്കൾ പറഞ്ഞു. കണ്ണൂരിലേക്ക് വന്നാൽ കെ സുധാകരനെ KPCC മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? സുധാകരനെ ഒഴിവാക്കുന്നതിനുള്ള ഏറ്റവും നല്ല പാക്കേജ് കണ്ണൂരിൽ സുധാകരനെ തന്നെ മത്സരിപ്പിക്കുന്നതാണ് എന്നൊരു വിഭാഗം കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടല്ലോ ശ്രീ സണ്ണിക്കുട്ടി. അപ്പോൾ ഇവിടെ പുതിയ AICC ജനറൽ സെക്രട്ടറി വന്നപ്പോൾ ചില നേതാക്കൾ പോയി സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെപ്പറ്റി പറഞ്ഞു എന്നൊക്കെയുള്ള ചില വർത്തമാനങ്ങളുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു സ്ഥിരീകരണം ഇതുവരെ, ഞാനതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഉള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കണ്ണൂർ കൊടുത്തിട്ട് മാറ്റുക എന്ന് പറയുന്നതൊന്നും എത്രത്തോളം പ്രായോഗികമാണ് എന്ന് എനിക്കറിയില്ല. ശ്രീ കെ സുധാകരൻ്റെ താല്പര്യപ്രകാരം ചില ആളുകൾ ഇപ്പോൾ തന്നെ ഖദർ കുപ്പായമൊക്കെ ധരിച്ച് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അത് പാർട്ടിയുടെ KPCC ഓഫീസിലുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ഏതാണ്ട് മത്സരരംഗത്തുനിന്ന് റിട്ടയർ ചെയ്യുന്ന, നികേഷേ എന്നെക്കൊണ്ട് പേരൊന്നും പറയിപ്പിക്കേണ്ട, ആളുകളുണ്ട്. അപ്പം ചില ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വെട്ടാൻ വേറെ ചില ആളുകളുണ്ട്. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട്, പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ശ്രീ സുധാകരൻ തെരഞ്ഞെടുപ്പ് മത്സരരംഗത്ത് നിന്ന് റിട്ടയർ ചെയ്ത ഒരു പിന്നെ പ്രതീതിയാണ് നമുക്ക് പാർട്ടിയുടെ അടുത്ത്. സുധാകരൻ ഇപ്പോൾ ആലോചിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത്, കണ്ണൂർ നിയമസഭാ സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണല്ലോ. അവിടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടർച്ചയായ 2 വട്ടം ജയിച്ചുവെങ്കിൽ തന്നെയും അതൊരു കോൺഗ്രസിൻ്റെ പരമ്പരാഗത സീറ്റാണ്, കണ്ണൂർ സിറ്റി സീറ്റ് എന്ന് പറയുന്നത്. സുധാകരനെ സംബന്ധിച്ചിടത്തോളം 2026 സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാൻ നിൽക്കുകയാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നു അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി, പല കാര്യങ്ങൾ നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുവെങ്കിൽ അത് ശരിയെന്ന് വിശ്വസിക്കാനാണ് ഞാനും തയ്യാറാകുന്നത്. ഞാൻ ഒരാളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചൊന്നും ഞാനൊരു നിലപാടിലേക്ക് എത്താനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതെല്ലാവരും ഇവിടെ പലരും ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നികേഷേ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച്
വീണ്ടും മന്ത്രിയാകുന്നതിനൊക്കെ അതൊക്കെ ഇനി എത്ര വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണെന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. കാലം ഒത്തിരി മാറാൻ പോവുകയാണ്, കാലം മാറും. അപ്പം ഒരു കുഴപ്പമില്ല. KPCC പ്രസിഡന്റിന് മുഖ്യമന്ത്രിയാകാമല്ലോ. KPCC പ്രസിഡന്റ് ഒരു സ്വാഭാവിക ചോയ്സാണല്ലോ. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആളൊരു പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു സ്വാഭാവിക ചോയ്സാണ്. KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന ആളുകൾ ഒരു പ്രധാന ചോയ്സാണ്. അതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസമോ സ്വാഭാവികത കുറവോ ഒന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രായോഗികത എന്ന് പറയുന്നൊരു ഒരു സംഭവമുണ്ട്. നമ്മൾ അതിനകത്ത് മറ്റൊക്കെ പല ഘടകങ്ങളുണ്ടെങ്കിലും എത്രത്തോളം അത് പ്രായോഗികമാണ്, പ്രാക്ടിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊക്കെ ഇനിയും 2-2.5 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 2.25 വർഷങ്ങൾക്ക് ശേഷം കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെ ഉണ്ടാകും, ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ, എന്തൊക്കെ തരത്തിൽ ട്രെൻഡുകൾ മാറി മറിയാനുണ്ട് എന്നുള്ളതൊന്നും നമുക്ക് ഇപ്പോൾ പ്രവചിക്കുക പോലും അസാധ്യമാണ്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ. Debate with MV Nikesh Kumar.